ലിറ്ററലി ബ്രോ ഒരു കാര്യം പറയട്ടെ, അനീഷാണ് ജയിക്കേണ്ടത്. അനുമോൾ ഒട്ടും ഡിസർവ് അല്ല. ഈ പെണ്ണ് വെറുതെ കരഞ്ഞ് വിളിച്ചിട്ടാണ് വോട്ട് വാങ്ങിക്കൂട്ടിയത്. നാട്ടുകാരെ സിമ്പതി പിടിച്ചു പറ്റി മാത്രമാണ് ഇത്രയും നാളെ ബിഗ് ബോസിൽ സർവൈവ് ചെയ്തത്. യെസ് ഗൈസ്, അങ്ങനെ അനുമോൾ ജയിച്ചു. വെൽ പെയ്ഡ്, അനുമോൾ വെൽ പെയ്ഡ്. ശരിക്കും നോക്കുമ്പോൾ അനീഷ് നല്ലോണം ഡിസർവിംഗ് ആണ്. അയാളെ വീട്ടിൽ ഒറ്റ കാര്യം വന്ന് ബിഗ് ബോസിൽ വന്ന് പറഞ്ഞിട്ടില്ല, ആൾക്കാരെ സിമ്പതി പിടിച്ചു പറ്റിയിട്ടില്ല. നേരെ ഗെയിം കളിച്ച് മാത്രമാണ് ഇത്രയും നാളെ സർവൈവ് ചെയ്തത്. നിങ്ങൾക്കറിയോ, ഒരു വലിയ തടിമരത്തടി എടുത്തിട്ട് ഞാൻ വെട്ടിക്കേറി അതിനൊരു 10-16 പീസാക്കി ഞാൻ എന്റെ അമ്മയ്ക്ക് വിറക് അടുപ്പിൽ വെക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാറുണ്ട്. നീ വെട്ടിക്കീറുന്ന വിറക് ഞങ്ങളല്ലോ കത്തിച്ച് തീർക്കുന്നത്. അത് നിന്റെ വീട്ടിൽ തന്നെ ചോറ് വെച്ചല്ലേ തീരുന്നത്. അതല്ല ഞങ്ങളോട് എന്തിനാന്ന് പറയുന്നത്. എനിക്ക് വെട്ടി തേങ്ങ പൊതിക്കാറുണ്ട്. ഒരു 10-100 തേങ്ങ വെട്ടിയിട്ട് അത് ഞാൻ പൊതിക്കാറുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അതൊക്കെ. എനിക്ക് ആ തേങ്ങ പൊതിച്ച് കഴിഞ്ഞിട്ട് ആ തേങ്ങയെല്ലാം നീ തന്നെയല്ലേ കറി വെച്ച് തിന്നത്. അപ്പൊ പിന്നെ ഞങ്ങളോട് എന്തിനാണത് പറയുന്നത്? ഞങ്ങൾക്ക് ആ തേങ്ങേന്റെ ഷെയർ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇതെന്താടാ ഇത്? വെറുതെ ആൾക്കാരെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പണ്ട് തൂറ് വെച്ച കഥയെല്ലാം പറയുന്നത്. അയ്യേ, ഇതെന്തെന്നാ ഇത്? കുഞ്ഞു പിള്ളേർ പറയോ ഇതുപോലെ? ടാപ്പിംഗ് ചെയ്ത് റബ്ബർ പാലെടുത്തിട്ട് റബ്ബർ പാലെടുത്ത് ആ പാലും കൊണ്ട് പായസം വെച്ച് കുടിച്ചത് നീയല്ലേ, അല്ലാണ്ട് ഞങ്ങളല്ലല്ലോ. ആ പാല് കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കിയത് നീയല്ലേ, അല്ലെങ്കിൽ നിന്റെ പേരൻസ് അല്ലേ? ഇതെല്ലാം ഞങ്ങളോട് എന്തിനാന്ന് പറയുന്നത്? ഇതുപോലെ ഇമോഷണലായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. ഞാൻ പണ്ട് 3ാം ക്ലാസ്സിൽ ഷഡ്ഡിയിൽ തൂറ് വെച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ടിഫിൻ ബോക്സിൽ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് എന്റെ ഫ്രണ്ടിന്റെ കുപ്പിയിൽ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ബ്രോ, ഇതുപോലെ ആണെങ്കിൽ നമുക്കും ഉണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ. വീട്ടിലില്ല പണികൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതിന് ഇങ്ങനെ വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല.